അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ രാവിലെ തന്നെ മയക്കുവെടിവെക്കും. വനംവകുപ്പ് ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി. മയക്കുവെടിവെച്ച് തളച്ച ശേഷം കോടനാട് അഭയാരണ്യത്തിലേക്ക് ആനയെ കൊണ്ടുപോകും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഗുഡ് മോർണിംഗ്. രാവിലെ ഏറ്റവും ആദ്യം വേണ്ടിയിരുന്ന ഈ ആന എവിടെയുണ്ട് എന്നറിയുകയായിരുന്നു. എന്തായാലും അത് വളരെ കൃത്യമായി ദൗത്യ സംഘത്തിന് ഇടപെടാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ആനയുള്ളത് എന്നറിയുന്നു. അങ്ങനെയെങ്കിൽ ഇനി ദൗത്യത്തിലേക്ക് ഒരു നേരം വെളുക്കുക അത്രമാത്രമേ ആവശ്യമുണ്ടാവുള്ളൂ. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, നമ്മളിപ്പോൾ ഇവിടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ സ്ഥലത്താണ് ഇവിടെയുള്ളത്, ആതിരപ്പള്ളി. ഇവിടേക്ക് ഏതാണ്ട് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ആനയെ ആദ്യഘട്ടത്തിൽ ലൊക്കേറ്റ് ചെയ്ത ഒരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കാട്ടാന കൂട്ടം പതിവായി ഇറങ്ങുന്നതായതുകൊണ്ട് തുടക്കത്തിൽ അത് ഏതാണ് എന്നത് തിരിച്ചറിയാനുള്ളൊരു പ്രയാസമുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പല ഭാഗങ്ങളായി തിരിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന പലയിടങ്ങളിലായിട്ട് നടത്തുന്നുണ്ട്. ഇതിപ്പോൾ ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഈ സ്ഥലത്ത് സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്ന ഈ സ്ഥലമാണ്. ഈ പന എല്ലാം മറിച്ചിട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ പരിസരത്ത് ഉണ്ട് എന്നൊരു സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ പരിശോധനകൾ നടത്തുന്നത്. കാരണം കാട്ടാന പതിവാണ്, പക്ഷെ അതിൽ നിന്ന് ഈ മുറിവേറ്റ കൊമ്പനെ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള പരിശോധനകൾ ഇതിനിടയിൽ നിന്ന് നടത്തുകയും വേണം. കാരണം കഴിഞ്ഞ തവണ ചികിത്സയ്ക്ക് വേണ്ടി ഈ കൊമ്പനെ തേടുമ്പോൾ അതിനൊപ്പം തന്നെ മറ്റ് 4 ആനകൾ കൂടി ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് മാറ്റി നിർത്തിയതിന് ശേഷമാണ് കൊമ്പനെ നേരെ മയക്കുവെടി തീർക്കാനായിട്ട് സാധിക്കുകയും ചെയ്തത്. ഇപ്പോൾ നമ്മൾ കാണാം ഒരു കാട്ടാന ഇവിടേക്ക് പോകുന്നത്, പുഴ മറികടന്ന് തിരിച്ചു പോകുന്ന ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നടന്ന ഈ തോട്ടത്തിൽ നിന്നാണ് അത് കടന്നു പോയത്. ഇപ്പോൾ അത് പുഴ കടക്കുന്ന ദൃശ്യങ്ങളാണ് ശ്രീജ കാണാമെന്ന് കരുതുന്നു. പുഴ കടന്ന് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭാഗത്തുണ്ടായിരുന്ന ആനയാണ് ഇപ്പോൾ പുഴ കടന്ന് തിരികെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നത്. കാട്ടാനക്കൂട്ട ഒന്നിച്ചാണ് വന്നിരുന്നത്. കഴിഞ്ഞ തവണയും നമുക്ക് ഓർത്തെടുത്താൽ അറിയാം, കഴിഞ്ഞ തവണയും 3 ആനകൾ കൂടി ഉണ്ടായിരുന്നു ഈ ആനയ്ക്കൊപ്പം. അവരിൽ നിന്ന് ഈ ആനയെ മാറ്റി നിർത്തിയ ശേഷമായിരുന്നു അന്ന് മയക്കുവെടി വെച്ചത്. ഇപ്പോൾ ആ കാട്ടാനക്കൂട്ടം മറ്റ് 2 ആനകളെ കൂടി നമുക്ക് കാണാം. അതിൻ്റെ കൂടെ ഈ മസ്തകത്തിൽ പരിക്കേറ്റ കൊമ്പൻ കൂടി ഉണ്ടെന്നാണ് കരുതുന്നത്. അവർ തിരികെ പുഴ കടന്ന് മറുവശത്തേക്ക് പോവുകയാണ്. ഡാനി അവിടെ എത്തിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡാനിക്ക് അങ്ങോട്ട് നടക്കാനുള്ള ഒരു സമയം തന്നതാണ്. അതായത് കഴിഞ്ഞ തവണ ഈ ഭാഗത്ത് വെച്ച് തന്നെയല്ലേ ഈ ആനയെ മയക്കുവെടി വെച്ചിരുന്നത്? ഇതേ ഭാഗത്തായിരുന്നില്ലേ? ഏതാണ്ട് ഇതിന് സമീപമാണ് മയക്കുവെടി ഉതിർക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തിരിച്ച് കാട് കയറുന്ന ആനകളെയാണ്. പക്ഷേ ആ കൂട്ടത്തിൽ ഇതില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ളൊരു പരിശോധനയും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നു. സ്ഥിരമായി ഈ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ സ്ഥലത്തേക്ക് എത്തുന്ന കാട്ടാനകൾ കയറി വരുന്ന ഒരു സ്ഥലം ഇതാണ്. ഈ ഭാഗത്തേക്കാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ ഒരു കൂടുതലായിട്ടുള്ളൊരു പരിശോധനയും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ കണ്ട ആ ദൃശ്യങ്ങൾ അത് മറ്റ് ആനകളുടേതാണ്, മറ്റ് ആ കൂട്ടത്തിൽ അതില്ല എന്നുള്ള ഒരു വിവരമാണ് ലഭ്യമാകുന്നത്. എങ്കിൽ കൂടിയും ഇവിടെ ഒരു പരിശോധനകൾ തുടരുകയാണ്. ഇന്ന് പൂർണ്ണമായും ദൗത്യസംഘം ഈ മേഖലയിലുള്ള ഒരു തിരച്ചിലിലേക്കാണ് കടന്നിരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും പരിശോധനകൾ തുടർന്നു. വലിയൊരു മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് പരിശോധന നടക്കുന്നത്. ഇവിടുത്തെ ഒരു
വലിയ രീതിയിലുള്ള ഒരു പരിശോധനകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ആനയെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഏതായാലും അത്തരമുള്ള ഒരു പരിശോധനകളും കാര്യങ്ങളും എല്ലാ ഭാഗത്തും തുടരുന്നു. എണ്ണപ്പന തോട്ടത്തിന്റെ ചേർന്നുള്ള ഈ പുഴയുടെ തീരത്താണ് സാധാരണ ഇവ കാണുന്നത്. അവിടെയാണ് ഇപ്പോൾ വനം വകുപ്പ് ഒപ്പം ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ളവർ എല്ലാവരും തന്നെയുള്ള ഒരു പരിശോധന ഈ മേഖലയിൽ നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് മറ്റ് കുങ്കിയാനകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൽ പൂർണ്ണമായും തന്നെ ഇന്ന് ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നേരത്തെ ആദ്യഘട്ടത്തിൽ ആനയെ ലൊക്കേറ്റ് ചെയ്തതായിട്ടുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അതങ്ങനെയല്ല എന്നാണ് മനസ്സിലായിരിക്കുന്നത്. മറ്റ് കാട്ടാനക്കൂട്ടങ്ങൾക്ക് ആന പതിവായിട്ട് ഈ സമയത്ത് ഇവിടെയൊക്കെ എത്തുന്നതാണ്. മറ്റ് കാട്ടാനക്കൂട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ മുറിവേറ്റ കൊമ്പനില്ല എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ കൂടുതൽ പരിശോധന മറ്റിടങ്ങളിൽ വനംവകുപ്പിൻ്റെതായിട്ടെല്ലാം തന്നെ നടക്കുകയാണ്. അതിലും ഈ പുഴ കടന്ന് ഇത് തിരിച്ച് പോയിരിക്കുന്നു. ശ്രീജ, മറ്റ് നമ്മളിവിടെ എത്തുമ്പോൾ ഏതാണ്ട് 5ഓളം ആനകൾ ഉണ്ടായിരുന്നു. അത് പുഴ കടന്നിപ്പോൾ ഇതിനപ്പുറത്തേക്ക് പോയിരിക്കുന്നു. അതിൽ ഈ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുവേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. പൂർണ്ണമായും തന്നെ ഈ ദൗത്യ സംഘം ഇതിനൊപ്പം രാവിലെ മുതൽ തന്നെ തിരച്ചിൽ തുടരുന്നു. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള 4 അംഗ ഡോക്ടർമാർ, അതോടൊപ്പം തന്നെ 120ഓളം ഈ ദൗത്യ സംഘം എന്ന് പറയുന്ന 120ഓളം പേരടങ്ങുന്ന ഒരു സംഘം പല മേഖലകളായി തിരിച്ചുള്ള തിരച്ചിലും കാര്യങ്ങളും എല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഇന്ന് ഈ ദിവസം കൊണ്ട് തന്നെ പരമാവധി ഈ രാവിലത്തെ ഈ സമയം വലിയ ചൂടിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം എത്തുന്നതിന് മുൻപ് തന്നെ ഈ ദൗത്യം പൂർത്തീകരിക്കുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത്. മറ്റ് സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കമായി DFOയുടെ മറ്റ് നേതൃത്വത്തിലുള്ള പൂർണ്ണമായൊരു സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ തിരച്ചിലടക്കം തുടരുകയും ചെയ്യുന്നുണ്ട്. കോടനാട് ഈ അഭയാരണ്യ കേന്ദ്രത്തിൽ ആനയുടെ ആ ഒരു കോഡ് അതെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇന്ന് മയക്കുവെടി വെച്ചാൽ കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിലേക്ക് കയറ്റുകയും തുടർന്ന് മലയാറ്റൂർ വഴി അഭയാരണ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. ആനയ്ക്ക് അതിന്റെ ഒരു അതിജീവന സാധ്യതയെക്കുറിച്ച് വലിയ രീതിയിലുള്ള സംശയങ്ങളുണ്ട്. കാരണം അതിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് മയക്കുപിടി ഏറ്റാൽ തന്നെ ഒരു പക്ഷേ കുങ്കിയാനകൾ ഉപയോഗിച്ച് നീക്കുകയും മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്രെയിൻ വരെ ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യവും സാധ്യതയും എല്ലാം തന്നെ പ്രയോജനപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണ സജ്ജമായ ഒരു ഓപ്പറേഷനാണ് രാവിലെ നടക്കുക. നമുക്ക് അതിലേക്ക് ഒരു പരിമിതമായ രീതിയിൽ മാത്രമേ പോകാൻ കഴിയൂ. പലയിടത്തും ചെക്ക് പോസ്റ്റിൽ പൂർണ്ണമായും ആളുകളെ തടഞ്ഞിട്ടുണ്ട്. അവിടെ മറ്റുള്ളവർക്കും പ്രവേശനമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. വനത്തിനകത്ത് നടക്കുന്ന ഈ മേഖലയിൽ കുറെ കൂടി ഈ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭാഗത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വലിയ നിയന്ത്രണമില്ല. ആനകൾ ഈ മലയിറങ്ങി വനമിറങ്ങി ഇങ്ങോട്ട് വരുന്ന ഇടങ്ങളാണ് ഇതെല്ലാം തന്നെ. ഏതായാലും ഇവിടെ നിന്ന് രാവിലെയുള്ള നമ്മൾ എന്താ പറയുക പതിവ് സവാരിക്ക് ശേഷം കുറേ എണ്ണം തിരിച്ച് കയറിയിരിക്കുന്നു എന്നതാണ്. ഇനിയിപ്പോൾ തിരച്ചിൽ തുടരുക. വൈകാതെ അതിനെ കണ്ടെത്താൻ കഴിയും. കാരണം ആനകൾ പതിവായി ഇറങ്ങുന്ന മേഖലകളിലെല്ലാം തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അതിനിടയിൽ നിന്ന് ഈ മുറിവേറ്റ കൊമ്പനെ കണ്ടെത്താൻ കഴിയുമെന്നാണ് വനപാലകരുടെയും പ്രതീക്ഷ. അത് വൈകാതെ തന്നെ ഉണ്ടാകും എന്നാണ് എല്ലാവരും കരുതുന്നത്. ശ്രീജ, ഡാനി, ഈ ദൗത്യം വൈകുന്നത് ഇന്നലെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആനയുടെ ആരോഗ്യസ്ഥിതി അത്ര ശുഭകരമല്ല എന്ന റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ വന്നിരുന്നല്ലോ. ആ സാഹചര്യത്തിൽ ദൗത്യം ഒട്ടും വൈകിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണോ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമുള്ളത്? തീർച്ചയായും. കാരണം ഈ ദൗത്യം വൈകുന്നത് അത് പൂർണ്ണമായും തന്നെ അതിൻ്റെ ഒരു ആരോഗ്യസ്ഥിതിയും എല്ലാം തന്നെ സങ്കീർണമാക്കുന്നു. ഓരോ ദിവസവും അതിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയാണ്. ഇപ്പോൾ പറയുന്നത് പോലെ ആദ്യഘട്ടത്തിൽ തന്നെ ഇതാണ് നടപ്പാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ പൂർണ്ണമായും ആന രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്തരമൊരു സാധ്യതയല്ല നിലനിൽക്കുന്നത് എന്നത് ഒരു പരമമായ സത്യമാണ്. കാരണം ഈ മയക്കുവെടിയെ അതിജീവിക്കാൻ എത്ര കണ്ടതിന് സാധ്യമാകും എന്നതെല്ലാം തന്നെ വലിയ ചോദ്യമാണ്. ഏറെ ദുഷ്കരമായ ഒരു ദൗത്യം. അത് നോക്കുക, ഒരു കാട്ടാന ആണ് അത് ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. അത് ചിഹ്നംവിളിയോടുകൂടി ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നതാണ് നമുക്ക് അതിൽ കാണാനായിട്ട് കഴിയും. കാരണം ഇതേപോലുള്ള ഒരു സാഹചര്യങ്ങളും സങ്കീർണതകളും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. ഈ പതിവായിട്ട് ഈ കാട്ടാന കൂട്ടം
ഇത് ഇറങ്ങുന്ന സ്ഥലത്താണ് ഇപ്പോഴുള്ളത് എന്നതാണ് ഇതിൻ്റെ ഒരു വിഷയങ്ങൾ. ഏതായാലും അത്തരം സ്ഥലത്ത് പതിവ് പോലെ ഇതിൻ്റെ ഒരു പരിശോധനയും കാര്യങ്ങളും എല്ലാം തന്നെ തുടരുന്നു. അത് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ശ്രീജ, മറ്റൊരു കൊമ്പൻ കൂടി ഇപ്പോൾ കാട്ടിലേക്ക് കയറുകയാണ്. അതിൻ്റെ ഒരു പതിവ് സഞ്ചാരത്തിന് ശേഷം എല്ലാം തന്നെ തിരിച്ച് കയറുന്ന രീതിയിലേക്കാണ് ഇതുള്ളത്. ഈ മേഖലയിലെല്ലാം തന്നെ വ്യാപകമായ ഒരു തിരച്ചിൽ ഇപ്പോൾ പൂർണ്ണമായി വന്നിരിക്കുന്നു. അത് പൂർണ്ണമാക്കിയിരിക്കുന്നു. ഇവിടെ മറ്റ് ആനകളില്ല എന്നുള്ളൊരു സ്ഥിരീകരണമാണ് ഉള്ളത്. ഈ മുറിവേറ്റ കൊമ്പനടക്കം ഈ മേഖലയിലില്ല എന്നാണ് സ്ഥിരീകരിക്കുന്നത്. ഇനിയിപ്പോൾ മറ്റ് ആനക്കൂട്ടങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഡാനി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മുറിവേറ്റ കൊമ്പൻ, പരിക്കുള്ള കൊമ്പൻ അധികം ദൂരേക്ക് പോകുന്നുണ്ടായിരുന്നില്ലല്ലോ. അത് ഈ പരിസരത്തൊക്കെ നിൽക്കുകയായിരുന്നു. അതിന് കാട് കയറാനുള്ള ആരോഗ്യം ഇല്ല എന്നായിരുന്നു ഒരു നിഗമനം. ഇതിനിടയിൽ എപ്പോഴാണ് ഈ നിരീക്ഷണ വലയത്തിൽ നിന്ന് ഈ ആന പുറത്തേക്ക് പോയത്? ഇന്നലെ രാത്രി മുതൽ ഈ ആന അതിൻ്റെ ഒരു നിരീക്ഷണ വലയത്തിൽ നിന്ന് പുറത്താണ് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആന ജനവാസ മേഖലയിലേക്ക് എത്തിയെങ്കിലും അതിനുശേഷം ഈ ആന രാത്രിയോടുകൂടി മറ്റിടങ്ങളിലേക്ക് പോയി. ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ വളരെ പെട്ടെന്ന് അതിനെ കാണാനും കാര്യങ്ങളുമെല്ലാം തന്നെ സാധിക്കും. പക്ഷെ ഇതുപോലുള്ള മേഖലകളുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ തൊട്ട് അപ്പുറത്തെ വശത്താണെങ്കിൽ കൂടിയും അത് വനമേഖലയാണ്. അവിടെ നമുക്ക് കാര്യമായി നിരീക്ഷിക്കാനോ ഒന്നും തന്നെ സാധിക്കുകയുമില്ല. അപ്പോൾ ആ സ്ഥലങ്ങളിൽ അവിടെ ഉണ്ടാകും. സാധാരണ ഈ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് രാവിലെ ഇവിടേക്ക് എത്തുന്ന, വെള്ളം കുടിക്കാൻ എത്തുന്ന ആ സ്ഥലങ്ങളിൽ, പതിവായി എത്തുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ കടന്നുപോയ ഈ സ്ഥലം ഇവിടെ പതിവായിട്ട് എണ്ണപ്പന തോട്ടത്തിലേക്ക് എത്തുന്നതിനും വെള്ളം കുടിക്കുന്നതിനുമെല്ലാം എത്തുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ഇവിടങ്ങളിലുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് വരുമ്പോഴാണ് ആനയെ കണ്ടെത്തിയെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ അത് നിരീക്ഷണത്തിന് പുറത്ത് തന്നെയാണ് എന്നാണ് വനപാലകർ സ്ഥിരീകരിക്കുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകുന്നത്. അതിരപ്പിള്ളിയിൽ രാവിലെ പരിക്കേറ്റ ആനയെ കണ്ടെത്തി. പരിക്കേറ്റ ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ ഒരു നിരീക്ഷണത്തിലേക്ക് എത്തി എന്ന് കരുതിയെങ്കിലും പക്ഷേ രാവിലത്തെ സമയമായതുകൊണ്ട് തന്നെ കൃത്യമായി അത് ഏത് ആനയാണെന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. പതിവായി ഈ ഭാഗത്തേക്ക് വെള്ളം കുടിക്കാനുമൊക്കെയായി എത്തുന്ന കാട്ടാനകളായിരുന്നു ആ കൂട്ടത്തിലുണ്ടായിരുന്നത്. ആ കാട്ടാനകൾ ഇപ്പോൾ തിരികെ കാട്ടിനുള്ളിലേക്ക് കയറി പോവുകയാണ്. പക്ഷേ എന്നതാണ് ഒടുവിലത്തെ. ഡാനി പറയൂ. ശ്രീജ, ആനയെ ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ആനയെ ലൊക്കേറ്റ് ചെയ്തു എന്ന ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അത് ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് വരണം. നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ ഔദ്യോഗിക ഒരു സ്ഥിരീകരണം ഉണ്ടാവുമോ എന്ന് കാത്തിരിക്കാം. എന്തായാലും ആ ആനയെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ ദൗത്യത്തിലേക്ക് വനംവകുപ്പ് സംഘം കടക്കും. സർവ്വസജ്ജമായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഡോക്ടർമാരുടെയും സംഘമാണിപ്പോൾ ആ ഭാഗത്തുള്ളത്. 120ഓളം പേർ സംഘത്തിലുണ്ട്. ഈ ആനയ്ക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുക എന്നത് അത്യാവശ്യമുള്ള കാര്യമാണ്. ആരോഗ്യനില അത്ര നല്ല അവസ്ഥയിലല്ല ഈ ആനയുടെ ആരോഗ്യമുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചികിത്സ നൽകേണ്ടതുണ്ട്. ഈ ആനയെ ലൊക്കേറ്റ് ചെയ്തു എന്നാണെങ്കിൽ ഇനി അടുത്ത നടപടി മയക്കുവെടി വെക്കുക. അതിന് അനുയോജ്യമായൊരു സ്ഥലത്താണോ ഈ ആന ഉള്ളത്? അതുകൂടി അറിയേണ്ടതുണ്ടല്ലോ. ശ്രീജ, ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് വലിയ രീതിയിൽ വിഷയങ്ങളില്ലാത്ത ഒരു സ്ഥലത്താണ് ആന നിൽക്കുന്നത് എന്നതാണ്. അതായത് മയക്കുവെടി അടക്കം നൽകാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് വരാം. പക്ഷെ അതിനുശേഷം ഇവിടെ നിന്ന് ഈ ആനയെ കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് കുങ്കിയാനകൾ എത്തിക്കണം. അതോടൊപ്പം തന്നെ ഒന്നുകിൽ ലോറിയിലേക്ക് മാറ്റണമെങ്കിൽ അടക്കമുള്ള ഒരു സംവിധാനങ്ങൾ അവിടെ ഒരുക്കണം. ആ സാഹചര്യം കൂടി ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ
ശ്രീജ, ഇപ്പോൾ ലഭ്യമാകുന്നൊരു വിവരമനുസരിച്ച് നിലവിലത്തെ ഒരു സാഹചര്യം കുറച്ചുകൂടി അനുയോജ്യമാണ് എന്ന രീതിയിലാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഡോക്ടർ അരുൺ സക്രയ്ക്കും സംഘത്തിനും ഇതിന്റെ ഒരു വിവരം നൽകിയതിനു ശേഷം അവർ ആ മേഖലയിലേക്ക് എത്തും. ഡോക്ടർമാരടങ്ങുന്ന സംഘമുണ്ട്. അതിനുശേഷം മറ്റേ കുങ്കി ആനകളെയും ആ മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനുശേഷമായിരിക്കും മയക്കുവെടി നൽകുന്ന കാര്യത്തിലുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് വരിക. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. നമുക്ക് ആ വിവരങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിയെത്താം. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സൂചനകളനുസരിച്ച്, സ്ഥിരീകരിച്ച വിവരമല്ല, കിട്ടുന്ന സൂചനകളനുസരിച്ച് ഈ പരിക്കേറ്റ ആനയെ വനം വകുപ്പ് സംഘത്തിന് ലൊക്കേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അനുയോജ്യമായ ഏറ്റവും ആദ്യത്തെ സമയം തന്നെ ആനയെ മയക്കുവെടി വയ്ക്കും. അതിനുശേഷം പുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ ലോറിയിലേക്ക് കയറ്റി കോടനാട് അഭയാരണ്യത്തിൽ എത്തിക്കുക എന്നതാണ് പ്ലാൻ.